കേട്ടല്ലോ ഗൈസ്, നിങ്ങൾ എല്ലാരും പാപ്പ തിന്നോന്ന്, ഫുഡ് കഴിച്ചോന്നാട്ടോ അവള് ചോദിച്ചത്. അത് വെറുതെ ആണ് കേട്ടോ. അപ്പം നമ്മളിന്ന് പോകുന്നതേ കുറച്ച് പച്ചക്കറിയൊക്കെ വീട്ടിലോട്ട് മേടിക്കാൻ. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ ചെറിയ രീതിയിൽ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പനീർ കഴിക്കാൻ നല്ല ആഗ്രഹം. പനീറൊക്കെ ചെയ്യുമ്പോൾ അത് മാത്രം കഴിച്ചാൽ മതിയല്ലോ, അത്ര അത്യാവശ്യം ഫില്ലിംഗ് ആയിരിക്കും. അങ്ങനെ വേഗം പോയി പനീർ മേടിച്ചു. പിന്നെ അതിന് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടാണ്. ആകെ പനീർ വെച്ചാൽ ഉണ്ടാക്കാൻ അറിയാവുന്നത് പനീർ മസാലയോ എന്താ കേസ് പറയുന്നത്, മറന്നുപോയല്ലോ. അത് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇറച്ചിക്കറിയാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന്. എനിക്ക് മനസ്സിൽ തോന്നിയ സംഭവമാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങോട്ട് വറുത്ത് ബട്ടറിലിട്ട്, എന്നിട്ട് പിന്നെ ഞാൻ സവാള ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ടൊമാറ്റോൻ്റെ സോസ് എടുത്തിട്ടു. അപ്പോൾ ഞാൻ ഇതിൽ അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദോശയുടെ മാവുണ്ടെന്ന് അമ്മ പറയുന്നത്. എന്നാൽ പിന്നെ പനീർ ദോശ, മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടിട്ടാണ്. പിന്നെ കുറച്ച് മാഗിയുടെ മസാല ആ സോസിൻ്റെ കൂടെ ഫ്രീ കിട്ടിയിട്ടുണ്ട്. അതും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊരിച്ച് കൊത്തി എടുത്തിട്ട് നമ്മുടെ ദോശയുടെ ഉള്ളിൽ ഫില്ലിങ് പോലെ വെച്ചിട്ട് കഴിച്ചിട്ടാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പനീർ വറുത്തപ്പോൾ തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കുകയായിരുന്നു. പിന്നെ ചീസ്